നമസ്കാരം. ഇന്ന് രാവിലെ എനിക്കൊരു നിധി കിട്ടി. ആ നിധി വന്നത് വാട്സാപ്പിലാണ്. ഒരു വോയിസ് നോട്ട് ആയിട്ടാണ് വന്നത്. അതിനകത്ത് പറയുന്നത് 2 പേര് തമ്മിലുള്ള സംസാരം, ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആളും ഒരു വെളിച്ചെണ്ണ മില്ലിൻ്റെ ആളും. അപ്പോൾ കണ്ടൻറ് ഇതാണ്: വെളിച്ചെണ്ണ മില്ലിൻ്റെ ആൾ നല്ലൊരു വെളിച്ചെണ്ണ അയാൾക്ക് കൊടുത്തിട്ട് ഒരു വില പറയുന്നു. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ പറയുന്നു, ഇല്ല ഇത്രയും വിലയുള്ള വെളിച്ചെണ്ണ ഒന്നും വേണം, ഞങ്ങൾക്ക് 130 രൂപയ്ക്ക് അങ്ങനത്തെ വെളിച്ചെണ്ണ കിട്ടാണ്ട് ഇങ്ങനത്തെ വെളിച്ചെണ്ണ കിട്ടാൻ. ഇവിടെ മൊത്തം ഫ്രൈക്കാണ് ഉപയോഗിക്കുന്നത്. റെസ്റ്റോറൻറ്റ് ഓണർ പറയാൻ ശ്രമിക്കുന്നുണ്ട് അത് ക്വാളിറ്റി കുറവാണ്, അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇയാളെ അതിൻ്റെ ഒന്നും പ്രശ്നമല്ല. ഇതൊരു നിധിയായിട്ട് എനിക്ക് തോന്നാൻ കാരണം, ഞാനിതിൻ്റെ അടിയിലൊരു ലിങ്ക് ഇടാം. അന്നാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അത് മാതൃഭൂമിയുടെ ഒരു വേദിയാണ്. അവിടെ IAS ഓഫീസേഴ്സ് മുതൽ പലരും ഇരിക്കുന്നുണ്ട്. ആ വേദിയിലാണ് ഞാനത് സംസാരിക്കുന്നത്. ഞാൻ വളരെ വർഷങ്ങളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-10 വർഷമായിട്ട് പുറകെ നടക്കുന്നൊരു സംഭവമാണ് ഈ മായം ചേർക്കൽ. എണ്ണയിലെ, പാലിലെ, മാംസത്തിൽ, കോഴി മാംസത്തിൽ, മത്സ്യത്തിൽ ഒക്കെ സ്ഥിരമായിട്ട് എത്രയോ വർഷമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇതൊരു മാഫിയാണ്, ഇത് വലിയൊരു മാഫിയാണ്. അത് ഉറപ്പിക്കാനുള്ള റീസെൻ്റായിട്ട് വേറൊരു സംഭവം ഉണ്ടായി. അതായത് എണ്ണ വലിയ ബ്രാൻഡുകളുടെ 8-10 ബ്രാൻഡുകളുടെ എണ്ണ മേടിക്കുക, അതിൻ്റെ കെമിക്കൽ ടെസ്റ്റിംഗ് നടത്തുക. അതായത് FSSAIയുടെ ടെസ്റ്റിങ്ങിൽ നല്ലതാണ് വിറ്റോ എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ടെസ്റ്റുകളെ പറ്റിക്കാൻ പറ്റുന്ന വെളിച്ചെണ്ണകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് അങ്ങനെയുള്ള മായം ചേർക്കാൻ പറ്റും. കെമിക്കൽ ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ 10-15,000 രൂപ ചിലവ് വരും. എൻ്റെ പോക്കറ്റിൽ നിന്ന് ആ പൈസ ചിലവാക്കിയിട്ട് 10 ബ്രാൻഡുകൾ, മേജർ 10 ബ്രാൻഡുകൾ ടെസ്റ്റ് ചെയ്യാം, എന്നിട്ട് അത് പബ്ലിഷ് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എന്നോട് വളരെ മുതിർന്നൊരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞു, മൃണാളെ, ഈ വലിയ കമ്പനികൾക്കൊക്കെ, അവരൊക്കെ മൾട്ടിനാഷണൽസാണ്, അവർക്കൊക്കെ വക്കീലന്മാരുണ്ടാവും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും, പണം ഉണ്ടാവും. മൃണാളിന് ഇതൊന്നുമില്ല. മൃണാളിനെതിരെ അവർ ഡിഫേമേഷൻ കേസ് കൊടുക്കും. വലിയ അതിൻ്റെ പുറകെ നടന്ന് ജീവിതം പാഴായി പോകുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് എത്തും. നിയമക്കുരുക്ക് എന്ന് പറയില്ലേ ഓരോ കാര്യങ്ങൾക്ക്. അപ്പോൾ അതെങ്ങനെ മറികടക്കാമെന്നൊക്കെ ഞാൻ ആലോചിച്ച് വിഷമിക്കുന്ന അങ്ങനത്തേക്കൊരു ഘട്ടത്തിലാണ് എനിക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതുവഴി എനിക്ക് പലരെയും കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമല്ലോ. അത് ഇങ്ങനൊരു അവസ്ഥ എനിക്കും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അങ്ങനെ അത് ബിൽഡ് ചെയ്ത് പോകാമല്ലോ. ബിൽഡ് ചെയ്ത് പോകണം. എനിക്കൊരു ക്രെഡിറ്റ് കിട്ടാൻ എൻ്റെ ചാനലിൽ ഞാൻ ആ മാധ്യമപ്രവർത്തകയോട് അന്ന് പറയുകയും ചെയ്തു, എൻ്റെ ചാനലിൽ ഇത് പബ്ലിഷ് ചെയ്യേണ്ട, ഈ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളുടെ പത്രത്തിൽ ചാനലിൽ പബ്ലിഷ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ ശരി, പക്ഷേ മൃണാളിനെതിരെ കേസുകൾ വരും എന്ന് പറയണ്ടേ. എനിവേ, അപ്പോൾ എനിക്കിതൊരു കച്ചിത്തുരുമ്പായിരുന്നു. മാത്രമല്ല ഇയാൾ പറഞ്ഞു ഇത് വെളിച്ചെണ്ണ മില്ലുകളുടെ ഓണേഴ്സിൻ്റെ അസോസിയേഷൻ, ആ ഗ്രൂപ്പിലാണ് ഇത് വന്നത്. സ്വാഭാവികമായിട്ടും വെളിച്ചെണ്ണ മില്ലിൻ്റെ ഓണേഴ്സ് എല്ലാം ഇത് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് പബ്ലിഷ് ചെയ്തോട്ടെ. ഇന്ന് രാവിലെ തീരെ സമയമില്ലാത്ത സമയമായിരുന്നു, ഒരു ദിവസമായിരുന്നു. പേഴ്സണലി അത്ര നല്ല തിരക്കുണ്ട്, അത്ര സുഖമില്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ എൻ്റെ ഫാമിലി കടന്നു പോകുന്നത്. പിന്നെ ട്രെയിനിങ് പ്രോഗ്രാം, അതായത് ഒരു ചാരിറ്റബിൾ പരിപാടി പോലെ ഒരു പാസ്പോർട്ട് എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാലക്കാട്. അപ്പോൾ അതിൻ്റെ പുറകെ ഒരു 10 ദിവസം, കാര്യമായിട്ടൊരു 10 ദിവസം പോയി. പരിപാടി ഗംഭീരമായിട്ട് നടന്നു എന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പക്ഷേ എന്നാലും വളരെ വലിയ സ്ട്രെസ്സായിരുന്നു അത്. അങ്ങനെ ആ രീതിയിൽ അത് സംഘടിപ്പിച്ചെടുക്കാൻ, വരവ് വളരെ കുറവും ചിലവ് വളരെ കൂടുതലും എന്നുള്ള നിരക്കിലൊരു പ്രോഗ്രാമൊക്കെ അത്യാവശ്യം കൊള്ളാവുന്ന ആളുകൾ വെച്ചിട്ട് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെസ്സാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കേരളത്തിൽ. അതിന് പുറമേ ഉള്ള വേറെ പ്രശ്നം വെച്ചാൽ എൻ്റെ സ്ഥിരം ചെയ്യുന്ന ജോലി എനിക്ക് ചെയ്യണം. കാരണം ഇതൊന്നും എനിക്ക് വരുമാനം കിട്ടുന്നില്ലല്ലോ. ഇനി ഇതിനൊക്കെ പുറമെ ഞാൻ ഒരു സ്റ്റാർട്ടപ്പുകളെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 35,000 ഫീസ് വാങ്ങിയിട്ട് ബ്ലോഗുകൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരുപാട് എൻക്വയറീസ് വരുന്നു, അതൊക്കെ ഷൂട്ട് ചെയ്യുന്നു, അതും എക്സ്ട്രാ വർക്കാണ്. അപ്പോൾ അങ്ങനെ വർക്കിൻ്റെ സ്ട്രെസ്സും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു വട്ടുപിടിച്ച് കിടക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ മറ്റേ ആളോടൊന്ന് സംസാരിച്ചിട്ട് ആ പേരുകളൊന്ന് മേടിക്കുക ഇതിൻ്റെ. അയാൾ ആ പെർമിഷനൊക്കെ കിട്ടിയെന്നൊക്കെ മെസ്സേജ് ചെയ്യുന്നു കുറച്ച്. അപ്പോൾ നമ്മളിത് പ്ലാൻ ചെയ്യുകയാണ്, ഇത് എങ്ങനെ വേണം ഇത് പ്രസൻറ്റ് ചെയ്യാമെന്നൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. നേരമില്ലാത്ത നേരത്തൊന്നും ആലോചിക്കണം. അപ്പോഴാണ് ഒരു മെസ്സേജ് വരുന്നത് വാട്സാപ്പിൽ തന്നെ. അത് ആരോ ഇയാൾക്ക് അയച്ചു കൊടുത്തൊരു മെസ്സേജാണ്. അതിനകത്തെ കണ്ടൻറ്റ് ഇതാണ്: അയാൾക്ക് ബ്ലോഗ് ചെയ്യണമെങ്കിൽ അയാൾ ചെയ്തോട്ടെ, അതിന് നമ്മുടെ കാര്യം പറയാം, നമ്മളതൊന്നും പറയാൻ പറ്റില്ല, അത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഗംഭീരമായ ദേഷ്യം വന്നു. കാരണം നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വാട്സാപ്പ് മെസ്സേജസ് എല്ലാം, എൻ്റെ ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ,
ഇൻസ്റ്റഗ്രാമിൽ വരുന്ന മെസ്സേജസ് എല്ലാം പബ്ലിക്കാണ്. യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ട്, എല്ലാം പബ്ലിഷ്ഡാണ്. ആളുകൾ മെസ്സേജ് അയക്കുന്നത് എല്ലാം നമ്മൾ നോക്കാറുണ്ട്. ഇത് നോക്കുന്ന പയ്യൻ സാറേ ഇത് മറ്റേ പരിപാടിയായിട്ടൊന്നും പറഞ്ഞ ഒരു വല്ലാത്തൊരു വേദന നിറഞ്ഞ ചിരിയായിട്ട് വന്നു. എന്ത് പറ്റി? അത് ആ മെസ്സേജ് ഇതാണ് കണ്ടൻറ്റ്. അയാൾ വേണമെങ്കിൽ ചെയ്തോട്ടെ, നമ്മുടെ പേരൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. ദേഷ്യം വരാനുള്ള മുഖ്യ കാരണം എന്ന് പറയുന്നത് എൻ്റെ മുൻകോപമാണ്. അത് വളരെ വൃത്തിയായിട്ട സ്വഭാവം എന്ന് എനിക്കറിയാം. എൻ്റെ ഡോസ് ഞാൻ മെനക്കെട്ട് കുറച്ച് വരുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് മുൻകോപം ഭയങ്കരമായിട്ടുണ്ട്. രണ്ടാമത്തത് വേദനയാണ്. എത്രയോ വർഷമായിട്ട് ഈ ഇൻഡസ്ട്രി ആയിട്ട് വെളിച്ചെണ്ണ ഇൻഡസ്ട്രി ആയിട്ട് പ്രത്യേകിച്ച് ഡയറക്റ്റായിട്ട് ഒരു ബന്ധമില്ലാത്ത ഞാൻ, എല്ലാവർക്കും, എനിക്കും എൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഗുണമുണ്ടാവട്ടെ, ഈ വെളിച്ചെണ്ണ ഇൻഡസ്ട്രിക്കും ഗുണമുണ്ടാവട്ടെ, ജെന്യൂനായിട്ട് അതിൽ നിൽക്കുന്നവർ ഗുണമുണ്ടാകും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിതിൻ്റെ പുറകെ നടക്കുന്നു. എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നു. അപ്പം ആ ഒരു കമ്മിറ്റ്മെൻറ്റ് പോലും ഈ ഇൻഡസ്ട്രിയിൽ ഡയറക്റ്റായിട്ടില്ല ഒരാൾക്ക് ഇല്ലല്ലോ എന്നാലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വേദന തോന്നി. മൂന്നാമത്തെ കാര്യം, ഈ ഫോൺ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വൃത്തിയായിട്ടൊരു സ്വഭാവമാണ്. ഒരു സിവിക് സെൻസുള്ള ഒരാൾ ഒരിക്കലും ചെയ്യില്ല. അത് സിവിലൈസ്ഡ് ആയിട്ടുള്ള പണിയല്ല. അത് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റാണ്. നിയമപരമായിട്ട് തെറ്റാണ്, മനുഷ്യത്വപരമായിട്ട് തെറ്റാണ്, ഏത് നിലക്കും തെറ്റാണ്. പക്ഷേ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കില്ല റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക. അല്ല, അവർക്ക് ആ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ട് പറഞ്ഞൊന്ന് ഇങ്ങനെ ഹാപ്പി ആവണം. ഒരു പണിയില്ലാത്ത ആളുകൾ ചെയ്യുന്നൊരു പണിയില്ലേ ഇത്? എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിലല്ലേ ഇത് ചെയ്യുള്ളൂ. അത് പുറത്തൊരാളോട് അവർ പറയുന്നില്ല. അവർ അതിങ്ങനെ ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയിട്ട് എനിക്കത് ഭയങ്കര ദേഷ്യമാണ്. പ്രത്യേകിച്ച് ജോലി ചെയ്യാൻ നമ്മൾ അത്രയധികം ജോലി ചെയ്താലേ ഇന്നത്തെ ലോകത്ത് ജെന്യൂനായിട്ട് നിൽക്കാൻ പറ്റൂ എന്നുള്ള സാഹചര്യത്തിലുള്ള ആളുകൾ. അത് സാധാരണ വെളിച്ചെണ്ണ മില്ലുകാർ ആ അവസ്ഥയിലാണ്. നിങ്ങൾക്ക് ഏത് വെളിച്ചെണ്ണ മില്ലുകാരോട് ചോദിച്ചാലും മനസ്സിലാവും. കാരണം ഈ മാഫിയ എന്ന് പറയുന്നത് ഭീകരമാണ്. ടാങ്കറുകളിലവരൊക്കെ എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്, ഇതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പണം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഏത് നിലക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്നിട്ടും അവർ പ്രൊഡക്റ്റീവായിട്ട് കിട്ടേണ്ട സമയം ഇതുപോലുള്ള അലവലാതി പരിപാടികൾക്ക് ഉപയോഗപ്പെടുത്തുന്നു തോന്നിയപ്പോൾ അതും എനിക്ക് ദേഷ്യം തോന്നി. ഇതൊന്നും എനിക്ക് ദേഷ്യം തോന്നേണ്ട കാര്യങ്ങളല്ല. എന്നാലും ഇതിനൊക്കെ പുറമെ ഈ ടാങ്കറുകളും ഈ സംഭവങ്ങളുമൊക്കെ വളരെ റിസ്ക് എടുത്തിട്ട് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചിലർ കുറച്ച് ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ ഒരു തരി പോലും ഇവരൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞങ്ങൾക്ക് ഇതുമായിട്ട് ഡയറക്റ്റായിട്ട് പ്രത്യേകിച്ച് ബന്ധമില്ല. എന്നിട്ടും എന്നൊക്കെ തോന്നി. കാരണം ഈ നമ്മുടെ കയ്യിലുള്ള ഡാറ്റയൊക്കെ ഈ ആളുകൾക്ക്, ഇത് ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്താൽ അത്രയധികം കാശ് കിട്ടും. അത് അങ്ങനത്തെ ഇൻഡസ്ട്രിയാണത്. അതിനെപ്പറ്റി അറിയുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാവും. അതും വേണമെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്ന എനിക്ക് ഭ്രാന്താണല്ലോ. എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി. അങ്ങനെയൊക്കെ തോന്നി. നേരമില്ലാത്ത നേരത്ത് ഞാൻ സാധാരണ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും ആരെയും ഫോൺ ചെയ്യാറില്ല. ഞാൻ ഫോൺ ചെയ്തിട്ട് അവരോട് പറഞ്ഞു, അവരെ പെർമിഷൻ എന്തിനാടാ എനിക്ക് ബ്ലോഗ് ചെയ്യാൻ, എനിക്ക് വേണോടാ. ഇതുപോലുള്ള പരിപാടിയായിട്ട് എൻ്റെ സമയം കളയാൻ വന്ന വീട്ടിൽ കയറി ഞാൻ തല്ലൂന്ന് പറഞ്ഞു. ഇത് പറയാനൊരു കാരണമുണ്ട്. ഒരു കാരണം എന്ന് പറയുന്നത് ദേഷ്യമാണ്. വേറൊരു കാരണം എന്ന് പറയുന്നത് ഈ റെക്കോർഡ് ചെയ്യുന്ന സ്വഭാവമുള്ളവരാണല്ലോ ഇവർ ഫോൺ റെക്കോർഡ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഇതും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. ഈ വൃത്തിയായിട്ട പരിപാടികൾ ചെയ്ത് ശീലിച്ചവർക്ക് ആ വൃത്തിയായിട്ട പരിപാടി എന്തായാലും കണ്ടിന്യൂ ചെയ്യുമല്ലോ, മാറൂലല്ലോ. അപ്പോൾ ഇവൻ ഇത് എടുത്തിട്ട് ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അതൊരു പ്രൊവോക്കേഷനായിട്ടെങ്കിൽ ആരെങ്കിലും മുന്നോട്ട് വരുമോ എന്ന് ആലോചിച്ചിട്ടാണ് ഇത് ചെയ്തത്. അത് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല നടന്നത്. അയാളത് ഗ്രൂപ്പിലെ ഏത് രീതിയിലാണ്, കാരണം ഇയാൾ ഭയങ്കരമായിട്ട് ഇൻസൾട്ടഡ് ആയിട്ടുണ്ടാവും ഇത് കേട്ട ആൾ. അയാൾ അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിൽ അത് ഏത് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തതെന്ന് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ വേറൊരാൾ, അത് ഈ തൈക്കൂടത്തുള്ളൊരു മില്ലിൻ്റെ ഒരാളാണ്, അയാൾ എനിക്കൊരു മെസ്സേജ് അയക്കുന്നു. നീയൊക്കെ ഈ വിഷമാണ് മേടിച്ച് കഴിക്കുന്നത്, എനിക്ക് നീ എന്ത് മെസ്സേജാണ് ഇത് അയച്ചത്, അതായത് പറ്റുമെങ്കിൽ നീ ചെയ്താൽ മതി, ബ്ലോഗ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായാൽ എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. കാരണം ഞാൻ വിളിച്ചിട്ട് പുറത്ത് വാങ്ങാറില്ല. ഞാൻ എത്രയോ തവണ പറയുന്നതാണ് വീട്ടിലാട്ടിയത് ഉപയോഗിക്കണം, അങ്ങനെ ഞാൻ ആക്റ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്നെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ മോഹൻലാലൊന്നും അല്ലല്ലോ എന്നെക്കുറിച്ച് അറിയാം. ഞാൻ വിചാരിച്ചു ഇയാളെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയാമെന്ന്. അയാൾ ഫോൺ എടുത്തില്ല. തെറി പറയുമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം തെറിയല്ല, ഇങ്ങനെയാണല്ലോ മറ്റടുത്ത് സംസാരിച്ചത്. മമ്മൂട്ടി മറ്റേ സിനിമയിൽ പറഞ്ഞല്ലോ, മല്ലയ്യ അത്ര നല്ല ദുഷ്ടനല്ല, ഞാനൊരു സാധു മനുഷ്യനാണ്, ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞല്ലത്. എനിവേ ഇത് കട്ടായിപ്പോയി. എനിവേ പറഞ്ഞു വരുന്നത്, ഞാൻ എന്തായാലും ഈ ബ്രാൻഡുകൾ ടെസ്റ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് അത് ഞാൻ വേറെ രീതിയിലേക്ക് ആലോചിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ബ്രാൻഡുകൾ സാമ്പിളുകൾ എനിക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
നമ്മൾ ലാബുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, യൂറോപ്യൻ യൂണിയനും ഒക്കെ അംഗീകരിച്ചിട്ടുള്ള. അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള വെളിച്ചെണ്ണ മിൽ മുതലാളിമാർ. ഇപ്പം എനിക്ക് ഈ നീ വിഷമാണ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് തൈക്കുടത്തെ മനുഷ്യനും മുന്നോട്ട് വരാം, സന്തോഷമേ ഉള്ളൂ വരുന്നതിൽ. നിങ്ങളത്രയും ജെനുവിനാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് വരാം. ഈ ലാബിൽ നിങ്ങൾ സാമ്പിൾ ഡയറക്റ്റ് ലാബിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കുന്ന ഇത് എവിടെയാണോ വിൽക്കുന്നത് അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തോളാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇനിയിപ്പോൾ ഈ സാമ്പിൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു ആരോപണം നാളെ വരണ്ട. പബ്ലിക് മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ മേടിച്ച് കൊടുത്തോളാം. ലാബിൽ കൊടുക്കുന്നു, ഈ പറയുന്ന ടെക്സ്റ്റുകളെല്ലാം ചെയ്യുന്നു. ഹെക്സൈൻ മുതൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായി, ഞാൻ പിന്നീട് വിശദമായി. ഇത് തന്നെ ഇപ്പോൾ 10 മിനിറ്റിലുള്ള ഈ വീഡിയോ. അത് ചെയ്തിട്ട് ആ ഡീറ്റെയിൽസ് നമുക്ക് പബ്ലിഷ് ചെയ്യാം. ഇപ്പോൾ ജനങ്ങൾക്ക് ഉറപ്പ് വരുമല്ലോ ഈ വെളിച്ചെണ്ണകളിൽ പ്രശ്നമൊന്നുമില്ല. അപ്പം അത് കണ്ടിട്ട് നിങ്ങളിലേക്ക് അവർ വന്നാൽ നിങ്ങൾക്ക് ജെന്യുവനായിട്ടുള്ള നല്ല വെളിച്ചെണ്ണ ഉണ്ടാക്കാനും വിൽക്കാനും ഒരു പ്രോത്സാഹനമാവില്ല. എന്താ പറയുക? ഡീൽ ഇതാണ്. നിങ്ങൾ തയ്യാറായി മുന്നോട്ട് വരണം. ഞാൻ ഫെസിലിറ്റേറ്റ് ചെയ്യാം. പബ്ലിക് മാർക്കറ്റിൽ നിന്ന് നിങ്ങളുടെ സാമ്പിൾസ് മേടിച്ച് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തോളാം. വളരെ കൊള്ളാവുന്ന, ഇപ്പോൾ ജർമ്മനി, സൗദി അറേബ്യ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ച ലാബ് ടെസ്റ്റ് ചെയ്തോളാം, പബ്ലിഷ് ചെയ്യാം. ടോട്ടൽ എന്ത് കോസ്റ്റ് വരുമോ, എത്ര മില്ലുകളുണ്ടോ അതിൻ്റെ എണ്ണം ടോട്ടൽ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് ആ പൈസ നിങ്ങൾ കൊടുക്കണം. കാരണം നിങ്ങൾക്കൊരു പരസ്യമായിട്ട് കൂടി ഇത് മാറുമല്ലോ. പറ്റുമോ? പിന്നെ ധൈര്യം ഉണ്ടെങ്കിൽ വേറെ കാര്യം കൂടെ ചെയ്യാം. മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 4 ബ്രാൻഡ്, അവരുടെ ബ്രാൻഡ് നെയിം നമ്മൾ പറയണ്ട, അതും കൂടെ എടുക്കാം. അതിൻ്റെ സാമ്പിൾസും ടെസ്റ്റ് ചെയ്യാം, അതും പബ്ലിഷ് ചെയ്യാം. ബ്രാൻഡ് നെയിം പറയണ്ട, നമുക്ക് പറയാമല്ലോ. മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 4-5 ബ്രാൻഡുകളും കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ്. പക്ഷേ ബ്രാൻഡുകൾ പറയാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. കാരണം നിങ്ങൾക്ക് അതിലെന്തായാലും ഈ നിസ്സാര കാര്യം പോലും പറയാൻ ധൈര്യമില്ലാത്ത നിങ്ങൾക്ക് അതെന്തായാലും താല്പര്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അത് ഞാൻ എൻ്റെ നിലക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്തോളാം. അതിൽ ഞാൻ മാത്രം കുടിക്കാൻ മതി, നിങ്ങൾ കൊടുക്കണ്ട. പറ്റുമെങ്കിൽ എന്തായാലും എൻ്റെ വാട്സാപ്പ് നമ്പറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾ ഈ മെസ്സേജുകളൊക്കെ അയച്ചത്. ഒരുപാട് ചീത്തവിളിയും സംഭവങ്ങളൊക്കെ എനിക്ക് കേൾക്കുന്നുണ്ട്. കരിമീനിൻ്റെ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് മുതൽ പാലുകാരും എല്ലാം. അപ്പോൾ ആ കൂട്ടത്തിൽ വെളിച്ചെണ്ണക്കാരും കൂടെ ആവട്ടെ. വെളിച്ചെണ്ണക്കാർ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അത് നമ്മൾ റെഡിയാണ്. അത് അഭിമുഖീകരിക്കാൻ നിങ്ങൾ റെഡിയാണോ? ചെയ്യാം. ഓൾറെഡി 2-3 ബ്രാൻഡുകൾ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് മുമ്പേ ഞാനിത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ വേണ്ടത് നിങ്ങൾ കൂടെ വാ. എത്ര വെളിച്ചെണ്ണ മില്ലുണ്ടോ അത്രയും വെളിച്ചെണ്ണ ഞങ്ങൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് സാമ്പിൾ മേടിക്കാം, ടെസ്റ്റ് ലാബുകളിൽ ടെസ്റ്റ് ചെയ്യാം, ഒരു പഴുതടച്ച് ടെസ്റ്റ് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം. കോസ്റ്റ് എത്ര മില്ലുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അതുമായിട്ട് ഡിവൈഡ് ചെയ്യും, നിങ്ങൾ കൊടുക്കണം. റെഡി? ഈ വോയിസ് റെക്കോർഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്തിട്ട് സായുജ്യം അടയുന്നതിനേക്കാളും എത്രയോ നല്ലതല്ലേ ഒരു ചെറു വിരലെങ്കിലും അനക്കലും. പറ്റുമോ? താങ്ക് യു. പിന്നെ ഞാൻ അങ്ങനെ പരുഷമായിട്ട് സംസാരിച്ചതിന് ഇത് കേട്ട ആളോട് ഞാൻ സോറി പറയുകയാണ്. പക്ഷെ നിങ്ങളുടെ നമ്പേഴ്സും എല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്തു. കാരണം നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ ഇനി എൻ്റെ സമയമില്ല. എനിക്ക് ഇതുപോലുള്ള പരിപാടികൾ, ഈ വോയിസ് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് അത് അങ്ങോട്ട് അയച്ചു കൊടുക്കുക, അത് വേറൊരാൾ കേൾക്കുക, എന്നിട്ട് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുക, എന്നിട്ട് അതുകൊണ്ട് സമൂഹത്തിന് പ്രയോജനം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വരുമ്പോൾ ഞാനില്ല, നമ്മൾ വിട്ടേക്ക്. പക്ഷേ ഈ കാര്യത്തിൽ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇമെയിൽ അയച്ചോളൂ. വാട്സാപ്പിൽ കിട്ടിയില്ലെങ്കിൽ ചില ആളുകൾ പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ ഡെലിവറി ചെയ്യുന്നില്ല, വാട്സാപ്പിൽ ഡെലിവറി ചെയ്യുന്നില്ല. ഇമെയിൽ അയച്ചോളൂ, mrinal89@yahoo.com. ഓക്കെ, താങ്ക് യു. അങ്ങനെ വിധിയാവാതെ നോക്കാം.